ബോൾട്ടണിൽ നിന്നും സൗത്താംപ്ടണിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ഇരുണ്ട കാലാവസ്ഥ, ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്നുമുണ്ട്. ബോൾട്ടണിൽ നിന്ന് 4.5 മണിക്കൂർ യാത്രയുണ്ട് സൗത്താംപ്ടണിലേക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. ബോൾട്ടൺ ഇംഗ്ലണ്ടിലെ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലുള്ള ഒരു വലിയ പട്ടണമാണ് ബോൾട്ടൺ. ചരിത്രപരമായി ഈ നഗരം വസ്ത്രനിർമ്മാണത്തിനും പരുത്തി വ്യവസായത്തിനും പണ്ട് പ്രസിദ്ധമായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് പരുത്തി വ്യവസായം കുത്തനെ ഇടിഞ്ഞു. 1980-കളോടെ പട്ടണത്തിൽ പരുത്തി നിർമ്മാണം ഏതാണ്ട് നിലച്ചു. 1212 മുതൽ 1288 വരെ ബോട്ടൽടൺ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടത്. 1307 ശേഷമാണ് ബോൾട്ടൺ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. വെങ്കല യുഗത്തിൻ്റെ ആദ്യകാലം മുതൽ ബോൾട്ടന് ചുറ്റുമുള്ള ചതുപ്പ് നിലങ്ങളിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നതിന് തെളിവുകളുണ്ട്. എഗർട്ടന് മുകളിലുള്ള ചീത്തംഗ്ലോസ് എന്ന സ്ഥലത്തെ ഒരു ശിലാവൃത്തം, വിന്റർ കുന്നിലെ വെങ്കലയുഗ ശ്മശാന കുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മാഞ്ചസ്റ്ററിൽ നിന്ന് റിപ്ചെസ്റ്ററിലേക്ക് കിഴക്കോട്ട് റോഡുകളും പടിഞ്ഞാറോട്ട് ഇപ്പോൾ A6 എന്നറിയപ്പെടുന്ന ഭാഗത്തുകൂടി ഒരു റോഡും റോമക്കാർ നിർമ്മിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ രാജാവ് ഹെൻറി മൂന്നാമൻ 1251 ഡിസംബർ 14 ചർച്ച് ഗേറ്റിൽ ഒരു മാർക്കറ്റ് നടത്താനുള്ള ഒരു ചാർട്ടർ നൽകി. 1253 ജനുവരി 14 ഡെർബി പ്രഭുവായ വില്യം ഡി ഫെറോയ്സിൻ്റെ ഒരു ചാർട്ടർ പ്രകാരം ബോൾട്ടൺ ഒരു മാർക്കറ്റ് പട്ടണവും ബറോയുമായി മാറി. 18-ാം നൂറ്റാണ്ട് വരെ ഒരു മാർക്കറ്റ് അവിടെ തുടർന്നു. ഇങ്ങനെയെല്ലാമുള്ള ഒട്ടനേകം സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ, ബ്ലാക്ക്ബേൺ, വിഗാൻ, ബറി, സാൽഫോർഡ് എന്നിവയ്ക്കിടയിലാണ് ബോൾട്ടൺ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 1644 ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധകാലത്ത് ബോൾട്ടണിൽ നടന്ന കൂട്ടക്കൊല ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. 4.5 മണിക്കൂർ യാത്രയുടെ അവസാനമാകാറായി. ഞങ്ങൾ സൗത്താംപ്ടണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി മാസം ആയതുകൊണ്ട് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഇരുട്ടി തുടങ്ങും.